ഇനി നമുക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അലർജികൾ ചുമ, തുമ്മൽ, ജലദോഷം, കണ്ണിന് ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളമെടുക്കൽ തുടങ്ങിയവയായിട്ട് കാണുന്നു. നമ്മുടെ ആമാശയ സംബന്ധമായ അലർജികൾ, പൊതുവെ ഫുഡിനോടുള്ള അലർജികൾ, വോമിറ്റിംഗ്, ലൂസ് ടൂൾസ്, വയറുവേദന തുടങ്ങിയവയായിട്ട് കാണുന്നു. പിന്നെ അതുകൂടാതെ തൊലിയിലുള്ള അലർജിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അർട്ടിക്കേരിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇൻസെക്ട് ബൈറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി ഉണ്ടാകുമ്പോഴോ ചുവന്ന് തടിക്കുന്നതിനെയാണ് അർട്ടിക്കേരിയ എന്ന് പറയുക. മറ്റൊരെണ്ണം എക്സിമ എന്നുള്ളതാണ്. സ്കിന്ന് ഡ്രൈ ആയിട്ട് ചുമന്ന് ചൊറിച്ചിലുണ്ടാകുന്നതിനെയാണ് എക്സിമ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മരുന്ന് അലർജി, ഫുഡ് അലർജി തുടങ്ങിയവയുണ്ട്. ഏറ്റവും സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അനാഫിലാക്സിസ് എന്ന് പറയുമ്പോൾ പൊതുവെ വളരെ ദേഹത്ത് മുഴുവൻ ചുവന്ന് തടിച്ച് കണ്ണും ചുണ്ടും ചെവിയും എല്ലാം ചുവന്ന് തടിക്കുക, ശ്വാസം മുട്ടായിട്ട് ചുമയായിട്ട് ലക്ഷണങ്ങൾ കാണാം, നമ്മുടെ ബിപിയും ഹാർട്ട് റേറ്റിലും എല്ലാം വ്യത്യാസം വരാം. ഒരു വളരെ സിവിയർ ആയിട്ടുള്ള, അതായത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് അനാഫിലാക്സിസ്. അപ്പോൾ ഇത്രയുമാണ് അലർജിയുടെ ലക്ഷണങ്ങൾ.